തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് തരുന്ന വചനം സങ്കീർത്തനങ്ങൾ 40 1, 2, 3 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എന്നിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ആമേൻ. ഞാൻ ആ വാക്യം ശ്രദ്ധിച്ചു നോക്കിയായിരുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തു. ഞാൻ ആ വചനത്തെ ശ്രദ്ധിച്ചു നോക്കിയായിരുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. എന്തോ വാക്യാണ് ആ വാക്ക്. നമ്മൾ ഒരു അനുഗ്രഹത്തിനായി കാത്തിരിക്കാറുണ്ട്. നാം ഒരു വാഗ്ദത്തം നിവർത്തിക്കാനായി കാത്തിരിക്കാറുണ്ട്. എന്തിന്? നല്ല നാളുകളെ കിട്ടുവാൻ കാത്തിരിക്കാറുണ്ട്. വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ കാത്തിരിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഈ മനുഷ്യൻ പറയുന്നത്, ഞാൻ അതിനൊന്നുമല്ല കാത്തിരിക്കുന്നത്, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എനിക്കിപ്പോൾ ആവശ്യം ഒരു അനുഗ്രഹത്തെക്കാളും ഒരു നന്മയെക്കാളും ഒരു ഉയർച്ചയെക്കാളും കർത്താവെ നിന്നെ ഒന്ന് കാത്തിരിക്കുകയാണ്. നീ എൻ്റെ ലൈഫിലേക്ക് ഒന്ന് ഇറങ്ങി വരണം. നിന്നിൽ നിന്നൊരു ശബ്ദം എനിക്ക് ലഭിക്കണം. ഇതൊരു പ്രാർത്ഥനയാണ്. നമുക്കൊത്തിരി ആവശ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറയും ആ വഴിയൊന്ന് തുറന്നാൽ ശരിയാകും, കുറച്ച് പണം കിട്ടിയാൽ ശരിയാകും, ചില ജോലികൾ ലഭിച്ചാൽ ശരിയാകും, ആ വ്യക്തി അങ്ങ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ശരിയാകും. പക്ഷേ അവിടെ ഒന്നും പ്രശ്നം തീരത്തില്ല. കർത്താവ് നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ്, കർത്താവ് നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുമ്പോഴാണ്, അവൻ്റെ ഫേവർ നമ്മുടെ ലൈഫിലേക്ക് വെളിപ്പെടുമ്പോഴാണ് എല്ലാ ഡിസോർഡറുകളും ഓർഡറാകുന്നത്. അതിനെന്ത് ചെയ്യണം? വിശുദ്ധന്മാർ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കണം. ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കുന്നു. നീ എപ്പോൾ വന്നെന്നെ ആശ്വസിപ്പിക്കും. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാളും ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കുന്നു. എനിക്കാവശ്യം യേശുവേ അങ്ങയാണ്. സത്യം, ആ പ്രാർത്ഥനയുടെ റിസൾട്ട് പിന്നെ താഴെ കിടക്കുന്നേ, അവനെങ്കിലേക്ക് ചാഞ്ഞു. സത്യത്തില് ഈ വാക്യം എന്നെ അങ്ങ് ചിന്തിപ്പിച്ചു. എങ്കിലേക്ക് ചാഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അർത്ഥമാണ്. ചായുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു സിമ്പതി, മറ്റുള്ളവരോടില്ലാത്ത ഒരു അനുകമ്പ ഒക്കെയാണ്. അതെ, എങ്ങനെ ഉണ്ടാകാതിരിക്കും? കർത്താവേ എനിക്ക് നിന്നെ വേണമെന്ന് പറയുന്നവരോടൊക്കെ കർത്താവ് ചായത്തില്ലേ? യെസ്. പിന്നെ അടുത്ത റിസൾട്ടുകൾ നോക്കിയേ. നിലവിളികൾ കേട്ടു. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്നും
അവൻ എന്നെ കയറ്റി. നശിക്കേണ്ട പ്രശ്നങ്ങളിൽ നിന്ന്, കുഴയുന്ന പ്രതികൂലത്തിൽ നിന്നും, ചേറ്റിലേക്ക് കാലുകൾ വീണാൽ ഒരു കാല് വലിക്കുമ്പോൾ അടുത്ത കാല് താഴും. പക്ഷേ കർത്താവിനെ നോക്കിയിരിക്കുന്നവൻ താണു പോകത്തില്ല. അവനൊരു കയറ്റമാണ്. തീർന്നില്ല. അടുത്തൊരു വാക്കുണ്ടോ? എൻ്റെ കാലുകളെ അവൻ പാറമേൽ നിർത്തി, ചേറുകളിലല്ല പാറമേൽ നിർത്തി. ആമേൻ. എന്ന് പറഞ്ഞാൽ വഴുതാത്ത പാറ, ഉറപ്പുള്ള പാറ, നിലനിൽക്കുന്ന പാറ, യുഗങ്ങളുടെ പാറ ആ ക്രിസ്തുവിൽ നിർത്തി. അടുത്ത വാക്ക്, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഒരു സ്ഥിരത എനിക്ക് തന്നു. എന്ന് പറഞ്ഞാൽ വേലിയേറ്റങ്ങളല്ല എൻ്റെ ലൈഫ്. ഞാൻ സ്റ്റേബിളാണ്. കർത്താവിനെ നോക്കിയിരിക്കുന്നവർ, കർത്താവുമായി കണക്ട് ചെയ്യുന്നവർ, അവരുടെ ലൈഫിൽ ലഭിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് സ്ഥിരത. ആ സ്ഥിരതയുള്ളവൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും. അവനെ സ്ഥിരമാക്കി. അടുത്ത വാക്ക്, എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. സ്തോത്രം. കർത്താവിൻ്റെ അത്ഭുതകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പാട്ട് എഴുതണമെന്ന് പറയേണ്ട, പാട്ടുണ്ടാകും. സത്യത്തിൽ ക്രിസ്തീയ ഗാനങ്ങൾ ഉണ്ടാക്കുന്നതല്ല, ഉണ്ടാകുന്നതാണ്. ചെങ്കടൽ കടന്നപ്പം മിരിയാം പാട്ടുണ്ടാക്കിയതല്ല, പാട്ടുണ്ടായി. സ്തോത്രം. ദൈവം നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ ചെയ്താൽ അറിയാതെ അതരം സ്തുതിച്ചു പോവും, ഹൃദയം സ്തുതിച്ചു പോവും, മനസ്സ് പാടിപ്പോവും. ആമേൻ. നിങ്ങൾ പുതിയ പാട്ടുകൾ പാടാൻ പോവാ, എഴുതാൻ പോവാ. സ്തോത്രം. എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അപ്പം അത് ദൈവം തന്നെ ഇങ്ങ് തരികയാണ്. തരും, അത്ഭുതം തരും, അടയാളം തരും, സമ്പത്ത് തരും, അഭിഷേകം തരും, പാട്ട് തരും. എന്നിട്ട് അടുത്ത വാക്കുണ്ട്, ദൈവം തരുന്ന പാട്ടിൻ്റെ പ്രത്യേകത അത് ദൈവത്തിൻ്റെ സ്തുതിയാണ്. കഷ്ടങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും കണ്ണുനീരിനെക്കുറിച്ചും വേദനയെക്കുറിച്ചൊക്കെ ഉള്ള ഭയങ്കര നിരാശയുടെ ഗാനങ്ങളല്ല. ചില പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അങ്ങ് ഭയങ്കര സങ്കടമായിപ്പോൾ. എന്നാൽ ചില പാട്ടുകൾ കേട്ട് കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ ഉള്ളം അങ്ങ് തുടിച്ചു കയറും. എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലാൻ വേറെ ഒന്നുമില്ല, യേശു മാത്രം എൻ്റെ സമ്പത്ത്. ആമേൻ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം. ആ വാക്കുകളും ആ പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അങ്ങോട്ടൊരു 10 അടി ഉയർന്നു പോകും. ഇപ്പം ദൈവത്തിൻ്റെ സ്തുതികൾ തന്നെ, അതിൻ്റെ അപ്പുറത്തേക്ക് പാട്ടുകൾ കയറും. സ്തുതിയുടെ ഒരു തലം തുറക്കും. ഹൈ പ്രൈസ് കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ വലിപ്പം അത് പാട്ടായി പാടും. ഇത് കേൾക്കുമ്പം അന്ധകാര മണ്ഡലങ്ങൾ വിറയ്ക്കും, ഇരുട്ടിൻ്റെ ശക്തികൾ വിറയ്ക്കും. സ്തോത്രം. അടുത്ത വാക്യങ്ങനെ പറഞ്ഞു, അത് കേട്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. അപ്പം നമ്മുടെ പാട്ടുകൾ കേട്ട് പൈശാചിക മണ്ഡലങ്ങൾ ഭയപ്പെടണം. അത് നമ്മൾ കരഞ്ഞും സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും എനിക്കാരുമില്ലപ്പാ എന്നൊക്കെ പറഞ്ഞ് പാടുന്ന പാട്ട് കഴിഞ്ഞാൽ പിശാച് സങ്കടപ്പെടത്തില്ല, അവൻ സന്തോഷിക്കത്തേ ഉള്ളൂ. എനിക്കെൻ്റെ കർത്താവുണ്ട്, അവൻ കൈവിടാത്തവൻ, അവൻ ഉന്നതൻ, അവൻ വഴി വിട്ടുന്നവൻ, അവൻ സിംഹാസനങ്ങളിൽ വസിക്കുന്നവൻ, അവൻ നിത്യം രാജാവ്, അവൻ യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹം, അവൻ അറുക്കപ്പെട്ട കുഞ്ഞാട്, അവൻ ഇന്നും ജീവിക്കുന്നവൻ, സിംഹാസനത്തിൽ വാഴ്ച നടത്തുന്നവൻ. അത് കേൾക്കുമ്പോൾ ഭയപ്പെടും. അന്ധകാര മണ്ഡലങ്ങൾ ഭയപ്പെടും, ഇരുട്ടിൻ്റെ ശക്തികൾ ഭയപ്പെടും. അടുത്ത വാക്ക്, അനേകർ അത് കണ്ട് കേട്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. എന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള ബന്ധമുള്ളൊരു വ്യക്തിയുടെ പാട്ട് കേൾക്കുമ്പോൾ കേൾക്കുന്നവർ ആസ്വദിക്കുകയല്ല, കേൾക്കുന്നവർ ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ ആശ്രയിക്കും, അവർ ദൈവത്തിലേക്ക് തിരിയും. ഇന്നത്തെ ദിവസം പ്രിയപ്പെട്ടവരെ,
പലതിനായി നമ്മൾ കാത്തിരുന്നവരാ. നമുക്ക് ദൈവത്തിനായി കാത്തിരിക്കാം. അവൻ്റെ ഒരു ചലനത്തിനായി, ഒരു സ്പർശനത്തിനായി, ഒരു വാക്കിനായി നമുക്ക് കാത്തിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെ, ഇന്ന് രാവിലെ അങ്ങ് കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ യേശുവിന് വേണ്ടി തന്നെ കാത്തിരിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവെ അങ്ങ് തന്നെ ഞങ്ങൾക്ക് കർത്താവെ, ഞങ്ങൾക്ക് സകലതും അങ്ങാവുന്നു. കർത്താവെ, അങ്ങേക്ക് കാത്തിരിക്കുമ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ചാഞ്ഞു വരുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, അപേക്ഷകൾ, അഭയാചനകളെല്ലാം കർത്താവെ അങ്ങ് കേട്ട് ഞങ്ങളെ ഉറപ്പുള്ള ക്രിസ്തു എന്ന പാറമേൽ ഞങ്ങളെ നിർത്തി ഞങ്ങളെ സ്ഥിരതയിലേക്ക് സ്ഥിരമാക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, എല്ലാ ഉയർച്ചകളും താഴ്ചകളും മാറി കർത്താവ് ഇരുമനസ്സുകൾ മാറി കർത്താവ് സ്ഥിരതയുള്ളൊരു മനസ്സ്, സ്ഥിരമായ ആത്മാവ് കർത്താവ് ഞങ്ങളിൽ അങ്ങ് നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ നാവിൽ പുതിയ സ്തോത്രങ്ങൾ, സ്തുതികൾ, ഉന്നത പുകഴ്ചകൾ അങ്ങ് നൽകുന്നതിന് നന്ദി പറയും. പൈശാചിക മണ്ഡലത്തെ കർത്താവ് വിറപ്പിക്കുന്ന സ്തുതികൾ, കർത്താവെ ജനങ്ങളെ യേശുവിലേക്ക് തിരിക്കുന്ന സ്തുതികൾ കർത്താവെ അങ്ങ് കേൾപ്പിക്കുന്നതിന് നന്ദി പറയും. യേശുവിനെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയിലും ഒരു സ്ഥിരതയുടെ ആത്മാവിനെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ പാട്ടുകൾ അവർ പാടട്ടെ, എഴുതട്ടെ, ജനങ്ങളെ യേശുവിലേക്ക് തിരിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless you. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹവും നന്മയുമായി തീരട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പുതിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഈ വചനത്തെ മുറുകെ പിടിക്കാം. കർത്താവെ, ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ചു കൊടുക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ, കുഴഞ്ഞുപോയവർ പുറത്തു വരട്ടെ. ഞങ്ങൾ കുടുംബമായിട്ട് ഈ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നു, ഈ വ്യക്തിയെ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ ആയിരിക്കുക. ഈ വചനത്തെ നിങ്ങൾ ഏറ്റുപറയുക, പ്രാർത്ഥിക്കുക. സ്തോത്രം. പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക. ഗോഡ് ബ്ലസ് യു. ഷലോം.